ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ വീട്ടുമുറ്റത്ത് ശ്രുതി ദാ ജനലിലൂടെ സച്ചിയും രേവതിയും ആദിയും ശ്രുതിയും ഒക്കെ വന്ന് നിൽക്കുന്നത് കണ്ട് ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ കതക് തുറന്ന് അവൾ ഓടി അമ്മ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് തേച്ചുകൊണ്ടിരുന്ന അമ്മയും വിളിച്ചുകൊണ്ട് ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയും വിളിച്ചുകൊണ്ട് അടുക്കളപ്പുറത്തേക്ക് പോവാണ്. എന്നിട്ട് അടുക്കളയുടെ അവിടെ പോയി ഒളിച്ച് നിൽക്കുകയാണ്. എന്താ മോളെ, എന്താ കല്യാണി, എന്താ പറ്റിയേ? നീ എന്തിനാ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്? സുധി വന്നിട്ടുണ്ട്. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നത് ആരോടും പറഞ്ഞിട്ടുമില്ല, മറ്റാർക്കും അറിയേയില്ല. സുധി എന്തിനാ വന്നെന്ന് ചോദിക്കമ്മേ. നിങ്ങളുടെ വായിൽ നിന്നൊന്നും പുറത്ത് വരരുത്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ സുധിയോട് പറയുകയും ചെയ്യരുത്. ആ ശരി, ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പുറത്തിങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ്. അമ്മയാണെങ്കിൽ ഉമ്മറത്തേക്ക് ചെല്ലാം. കൊച്ചാണെ അവരെ വിളിച്ചുകൊണ്ട് വരികയാണ്. അല്ല, ആരൊക്കെ ഇത്, വാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. ഭയങ്കര സ്വീകരിച്ച്. എന്തൊക്കെയുണ്ട് ആൻറ്റി, അസുഖമൊക്കെ മാറിയോ? ഓ, എവിടെ മാറാൻ, മരുന്ന് കഴിക്കുന്നുണ്ട്. അല്ല, നിങ്ങളെന്താ ഇവിടെ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, അതെ, ഒരാളെ കാണാനില്ല. പോലീസിൻ്റെ ജോലി ഇപ്പം ഞങ്ങൾ എടുക്കുക. കാണാതായ ആളെ അന്വേഷിച്ച് നടക്കുക. അപ്പോൾ സച്ചേട്ടാ ചുമ്മാ ഇരിക്കുക, ഇത് സച്ചേട്ടൻ്റെ ഏട്ടനാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പരിചയപ്പെടുത്താം. ആ എനിക്കറിയാം, അന്ന് വീട്ടിൽ വന്നപ്പോൾ കണ്ടിരുന്നല്ലോ. വാ മോനെ വാ, അകത്തേക്ക് വാ, എല്ലാവരും കയറി വാ എന്നും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാണ്. നിങ്ങളിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിയ അമ്മ പോവാണ്. ശ്രുതിയാണെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം അടുക്കളപ്പുറത്തേക്ക് പോയതിന് ശേഷം അമ്മ ചെന്നിട്ട് ശ്രുതിയോട് പറഞ്ഞു, അതെ മോള് പേടിക്കൊന്നും വേണ്ട. എന്തിനാ വന്നേന്ന് അറിയാൻ പാടില്ല, പക്ഷേ നീ ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. ആ സമാധാനം. അമ്മ അവരെ പെട്ടെന്ന് പറഞ്ഞു വിടാൻ നോക്ക്. ആ മോളെ പറഞ്ഞു വിടാം. ശ്രുതിക്ക് കാപ്പിയാണോ ചായയാണോ ഉണ്ടാക്കി കൊടുക്കേണ്ടത്? ഇപ്പോൾ അതാണോ അമ്മേ മുഖ്യം? അല്ല, ആദ്യമായിട്ട് മരുമകൻ വീട്ടിൽ വന്നതല്ലേ. അല്ല, ചായയും കാപ്പിയൊക്കെ അവിടെ നിൽക്കട്ടെ, അമ്മ എങ്ങനെയെങ്കിലും അവരെ പറഞ്ഞു വിടാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അമ്മയകത്തേക്ക് ഓടിച്ചു വിടുക. എന്തായാലും ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ചായം കൊണ്ട് അമ്മ ചെന്നിട്ടൊന്നും, അതായത് ശ്രുതിയുടെ അമ്മ ചെന്നിട്ടൊന്നും ചായ ഒന്നും മേടിച്ചില്ല, വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ സച്ചിയും രേവതിയും വാങ്ങിക്കുകയും ചെയ്തു. അപ്പോഴേക്കും കൊച്ചി ചോദിച്ചു, അങ്കളുടെ പേരെന്താ? അപ്പോഴേക്കും അവൻ പറഞ്ഞു, ശ്രുതി. ആ, എൻ്റെ കയ്യിൽ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, ആൻറ്റി വാങ്ങിച്ച് തന്നതാ എന്നൊക്കെ പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ അവൾ പുറത്തിങ്ങനെ ഇവരെ കാണാം എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി. ശ്രുതി എല്ലാം കേൾക്കുന്നതും കാണുന്നുമുണ്ട്. അമ്മമ്മേ, ആൻറ്റി എവിടെ പോയി? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് ഒന്ന് ഞെട്ടുകയാണ് നമ്മുടെ അമ്മയും ശ്രുതിയും. ആരെക്കുറിച്ച് ആദ്യം പറയുന്നത്? ആൻറ്റിയുടെ മകളെക്കുറിച്ചാണോ എന്ന് രേവതി ചോദിച്ചു. അവൾ ദുബായിലാണെന്നല്ലേ പറഞ്ഞത്, വന്നിട്ടുണ്ടോ? ഏയ് ഇല്ല രേവതി, അവൾ വന്നിട്ടില്ല. എൻ്റെ ഒരു ബന്ധുപ്പെണ്ണ് വരാറുണ്ട്, അവളെക്കുറിച്ചാണ് ആൻറ്റി പറയുന്നത്, ആദ്യം പറഞ്ഞത്. അപ്പം അല്ല, ഞാൻ കല്യാണി ആൻറ്റിയെക്കുറിച്ചാണ് പറഞ്ഞത്. കല്യാണി ആൻറ്റി ഇപ്പം ഇവിടെ ഇല്ലല്ലോ മോനെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പരിങ്ങി പറയുക. ഞാനേ നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. ഞങ്ങളെ ഓരോ ഫ്രോഡിനെ തേടി നടക്കുക. സച്ചി വേണ്ട, എൻ്റെ സുധിയെക്കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. അപ്പം സച്ചി പറഞ്ഞു, പറഞ്ഞാൽ എന്താ, അവളൊരു ഫ്രോഡ് തന്നെയല്ലേ, അവൾ പക്ക ഫ്രോഡാ. അപ്പോഴേക്ക് രേവതി പറഞ്ഞു, സച്ചിട്ടൊന്നും മിണ്ടാതിരിക്കുക. നമ്മൾ വേറൊരു വീട്ടിലല്ലേ ഉള്ളത്, എന്തൊക്കെയാ പറയുന്നത്? അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു, എന്ത് പറ്റി രേവതി? ശ്രുതിയല്ല, ശ്രുതിയുടെ അമ്മ ചോദിച്ചു, എന്ത് പറ്റി രേവതി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ, ഒരു പ്രശ്നമുണ്ട്. അന്ന് താലിമാറ്റൽ ചടങ്ങിന് ആൻറ്റി കണ്ടു കാണില്ലേ ഇദ്ദേഹത്തിൻ്റെ വൈഫ്? ആ, കണ്ടിരുന്നു. അവൾ ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അല്ല, എവിടേക്കാണ് പോയത്? അറിയില്ല. അവളെ അന്വേഷിച്ച് ഞങ്ങൾ നാട് മുഴുവൻ കറങ്ങുക. കുമാരപുരത്തേക്ക് വന്നോ എന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴേക്കും രേവതി ചോദിച്ചു, ശ്രുതി എന്ന ആൻറ്റി വീട്ടിൽ വെച്ച് കണ്ടതല്ലേ, അവളെ ഈ നാട്ടിൽ വല്ലോ ആൻറ്റി കണ്ടിട്ടുണ്ടോ? അവൾക്ക് ഈ നാട്ടിൽ വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ ഇല്ല, ഞാൻ ആ കുട്ടിയെ നാട്ടിൽ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട് ആ കുട്ടിയുടെ മുഖം, ഒത്തിരി അങ്ങോട്ട് ഓർക്കുന്നില്ല. അവൾക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല. കുമാരപുരത്തേക്ക് വരുന്ന ബസ്സിൻ്റെ ടൈം ശ്രുതി ആരോടോ ചോദിക്കുന്നത് പാർലറിലെ സ്റ്റാഫ് കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഈ നാട്ടിലേക്ക് അവൾ വന്നിട്ടുണ്ടെന്ന് കരുതി ഞാൻ അന്വേഷിച്ച് വന്നത്. അപ്പോൾ ശ്രുതി ചോദിച്ചു, ആൻറ്റി അവളെ ഈ നാട്ടിൽ കണ്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. ശ്രുതി ആകെ കരയാൻ ഭാഗത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ്. കുമാരപുരത്തേക്കുള്ള ബസ്സിൻ്റെ ടൈം ചോദിച്ചത് കൊണ്ട് കുമാരപുരത്തേക്ക് തന്നെ വരണമെന്നില്ലല്ലോ, വരുന്ന വഴിക്ക് ഏതെങ്കിലും സ്റ്റോപ്പ് ഉണ്ടാവില്ലേ? അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ഇനി അവളെ തിരക്കിയിട്ട് ഒരു കാര്യമില്ല, നീ വല്ല മലേഷ്യയിലും പോയി അന്വേഷിക്കുക. അപ്പോഴേക്കും ശ്രുതി ഇരുന്ന് ആകെ കരയാട്ടോ, പൊട്ടി കരയാ ശ്രുതി.
അവളോട് ഞാൻ കള്ളം പറഞ്ഞു, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു, തെറ്റ് പറ്റിപ്പോയി. ഇപ്പം അവൾ എവിടെ പോയി ഞാൻ അന്വേഷിക്കും? അവൾ എവിടെ പോയി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്നോ. ഞാൻ അവളോട് കള്ളം പറയാൻ പാടില്ലായിരുന്നോ. എന്നെ ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയി. അതോടെ എൻ്റെ ജീവിതം തൊലഞ്ഞു പോയി. എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിയത്. പക്ഷേ അവളെൻ്റെ ജീവിതത്തിലേക്ക് വന്ന് ഒരു മാലാഖയെ പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ്. സന്തോഷം തന്നു എനിക്ക്. എൻ്റെ ജീവിതത്തിൽ സന്തോഷം മാത്രമായിരുന്നു അവൾ വന്നതിന് ശേഷം എന്നൊക്കെ ശ്രുതി കരഞ്ഞുകൊണ്ട് പറയാം. ഞാൻ വലിയ നിലയിലെത്തുമെന്ന് എൻ്റെ അമ്മയെപ്പോലെ തന്നെ അവൾ ഒരുപാട് വിശ്വസിച്ചു, ആഗ്രഹിച്ചു. എൻ്റെ അമ്മയെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ അതുപോലെ തന്നെ ഞാൻ ശ്രുതിയെയും ഇഷ്ടപ്പെടുന്നുണ്ട്. എൻ്റെ എല്ലാമാണ് അവൾ. അപ്പോഴേക്കും നമ്മുടെ ആദ്യം ചോദിച്ചു, എന്തിനാ അമ്മൂമ്മ ഈ ആൾ കരയുന്നേ, ഈ അങ്കിൾ കരയുന്നേ? ശ്രുതി അന്നേരം വീണ്ടും പറയാം, കല്യാണത്തിന് മുമ്പ് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. അന്ന് അവൾ എന്നെ സമാധാനിപ്പിച്ചു. സാരമില്ല, ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടിയ അന്ന് പോയാൽ മതി. അന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് ജോലിയില്ല എന്നറിഞ്ഞു തന്നെയാണ് അവൾ എന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചത്. അത്രമാത്രം ശ്രുതിക്ക് എന്നെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ ശ്രുതിയെ പറ്റിച്ചു. അവളുടെ മനസ്സ് ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു. ശ്രുതി ഇതൊക്കെ കേട്ട് ആകെ സങ്കടപ്പെട്ടിങ്ങനെ മറഞ്ഞു നിൽക്കുക കേട്ടോ, ശ്രുതി പൊട്ടിക്കരയുന്നത് കണ്ടോണ്ട്. ശ്രുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ശ്രുതി ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ സച്ചിൻ രേവതിയും കൂടെ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. ജോലി കിട്ടിയതിന് ശേഷം സത്യം തുറന്നു പറയാമെന്ന് കരുതിയതാ. അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചതേ ഇല്ല. ഞാൻ പറഞ്ഞ ഒരു ചെറിയ കള്ളം അത് ഞങ്ങൾ തമ്മിൽ പിരിക്കുന്നതിന് കാരണമാകുമെന്ന് ഞാൻ കരുതിയതേയില്ല. അവളിപ്പോൾ ഇവിടെ ഇല്ല. ചുറ്റും ഇരുട്ട് പരക്കുന്നത് പോലെ എനിക്ക് തോന്നുക. ഞാൻ ഒറ്റപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുക. ശ്രുതിക്ക് ഞാൻ എല്ലാമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കാതെ പോയി. തെറ്റ് പറ്റിപ്പോയി. എനിക്ക് എൻ്റെ ശ്രുതി എനിക്കൊന്ന് കാണണം. അവളോട് എനിക്ക് ക്ഷമ ചോദിക്കണം. അവൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കും. അവൾ ഏത് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാലും ഞാൻ പോകാൻ തയ്യാറാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ആകെ സങ്കടപ്പെട്ട് പറയാം, എനിക്കെൻ്റെ ശ്രുതി അവൾ എന്നോടൊപ്പം ഉണ്ടായാൽ മാത്രം മതി. ഇവൻ്റെ കരച്ചിൽ കണ്ട് ആകെ ഈ ശ്രുതിയുടെ അമ്മയും കരയാട്ടോ. ഞാൻ കുറേ അന്വേഷിച്ച ആൻറ്റി, അവൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. ആദ്യം ചെന്ന് കണ്ണൊക്കെ തുടച്ചു കൊടുക്കുക, കരയാതെ അങ്കിൾ. ആൻറ്റിയെ കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അമ്മയും പറഞ്ഞു, വിഷമിക്കാതെ, തൽക്കാല ദേഷ്യത്തിൽ മാറി നിന്നതാകും. അവൾ നിൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. കരയണ്ട മോനെ. ഇപ്പം നിന്നെ അവൾക്ക് മനസ്സിലായി കാണും. പിണക്കം മറന്ന് വീട്ടിലെത്തിക്കോളും. അപ്പോഴേക്കും സച്ചിയും ചോദിച്ചു, അയ്യേ സുധി, ഇത് എന്തുവാടാ ഇത്? എന്തൊരു കരച്ചിലായിടാ ഇത്? അപ്പം നിങ്ങൾ പേടിക്കാതിരിക്കുക, അവൾ വന്നോളും എന്ന് സച്ചിയോടും പറഞ്ഞു കേട്ടോ അമ്മ. ഞങ്ങളിതിനെ പേടിക്കേണ്ടത്, ഇവനല്ലേ പേടിക്കേണ്ടത്. വാ രേവതി, നമുക്ക് പോകാം, വാ ആദി എന്നും പറഞ്ഞുകൊണ്ട് ആദീനെ വിളിച്ചുകൊണ്ട് പോവാണ്. അമ്മയോട് യാത്ര പറഞ്ഞ് രേവതി ഇറങ്ങുക. ശരി ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇറങ്ങി. അങ്ങനെ യാത്ര അയക്കാനായിട്ട് കാറിൻ്റെ അരികിലേക്ക് പോയി. ഈ ശ്രുതി കരഞ്ഞുകൊണ്ട് കാറിൽ കയറുന്നൊക്കെ ശ്രുതി ഇങ്ങനെ മറഞ്ഞു നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിച്ചു, അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുവാണെങ്കിൽ അറിയിച്ചേക്കണം കേട്ടോ. അറിയിച്ചേക്കാം. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ സങ്കടപ്പെട്ട അകത്തേക്ക് കയറി വരിക. കണ്ടല്ലോ, രേവതി എന്നെ അന്വേഷിച്ച അവരെയും കൂട്ടി വന്നത്. രേവതിക്ക് പല ഉദ്ദേശങ്ങളുണ്ട്. അപ്പോഴേക്കും അമ്മ വഴക്ക് പറയും കേട്ടോ, നിർത്തടി, എപ്പം നോക്കിയാലും രേവതിയും സച്ചിയെയും കുറ്റം പറഞ്ഞോളൂ. എന്താടി നിന്റെ കരച്ചിലും കണ്ണീരും കണ്ടപ്പോൾ ഞാൻ കരുതി നിന്റെ കെട്ടിയവൻ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. പാവല്ലേടി അവൻ. ആ കള്ളം പറഞ്ഞ് ശ്രുതി എന്നെ പറ്റിച്ചില്ലേ, അത് വലിയ തെറ്റ് തന്നെയല്ലേ? അയ്യോ, വലിയൊരു പുണ്യവതി വന്നിരിക്കുന്നു. ലോകത്ത് തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുണ്ട്? നീ അവനോട് ചെയ്ത തെറ്റിന് മുന്നിൽ ഇതൊക്കെ ഒന്നും അല്ലടി. ഞാൻ നിന്നെ കുത്തി സംസാരിക്കാമെന്ന് നീ വിചാരിക്കരുത്. നീ ചെയ്തതാണ് തെറ്റ്. നല്ലവനാണ് ശ്രുതി, നല്ലവരിൽ നല്ലവൻ. അവൻ്റെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുക, അല്ലാതെ ഇവിടേക്ക് ഓടി വരികയല്ല ചെയ്യേണ്ടത്. ശ്രുതി എന്നെ ചതിച്ചില്ലേ അമ്മേ? എന്ത് ചതി? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞില്ലേടി നിനക്ക്? അത് മറച്ചു വെച്ചിട്ടല്ലേടി നീ അവൻ്റെ കൂടെ ജീവിക്കുന്നത്? ഇതിനേക്കാൾ വലിയ കള്ളത്തരമൊന്നും അല്ലല്ലോ അവൻ നിന്നോട് കാണിച്ചത്. ജോലി ഇല്ല എന്ന കാര്യം മറച്ചു വെച്ചു. അതിന് കാരണങ്ങളും ഉണ്ടല്ലോ. പിന്നെ ഞാൻ നിനക്കൊരു ജീവിതം കണ്ടെത്തിയിരുന്നു, അതും പാത വഴിയിൽ നിന്നുപോയി. നീ തന്നെ നിനക്കൊരു ജീവിതം കണ്ടെത്തി. സന്തോഷത്തോടെ മുന്നോട്ട് പോ. അല്ലാതെ നിസ്സാര പ്രശ്നത്തിന് നീ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? നിന്നെ അന്വേഷിച്ചല്ലേ അവരെല്ലാവരും ഈ നാട്ടിൽ വന്നത്? ശ്രുതി സംസാരിക്കുന്നത് നീയും കേട്ടതല്ലേ? സ്നേഹമുള്ള ഭർത്താവിനെയും കുടുംബത്തെയല്ലേ നിനക്ക് കിട്ടിയത്? അത് മനസ്സിലാക്കാതെയാണ് നീ ജീവിതത്തിൻ്റെ സന്തോഷം തൊലച്ച് കളയുന്നത്. അപ്പം ഞാൻ ശ്രുതിക്ക് വേണ്ടി എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ടെന്നോ?
അതിലെന്താ തെറ്റ്? നിനക്ക് നല്ലൊരു ജീവിതം കിട്ടിയല്ലേ, സുധിയെപ്പോലെ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ, ആ കുടുംബത്തിലെ മൂത്ത മരുമകളായില്ലേ, കുറച്ചുകൂടി പക്വതയോടെ പെരുമാറ്. നിസ്സാരമായ കാര്യങ്ങൾക്ക് അവനെ വിട്ട് നീ ഓടി വരരുത്. നീ മറച്ചു വെച്ച സത്യം എന്നെങ്കിലും ഒരു നാൾ പുറത്തു വരും, എന്നെങ്കിലും ഒരു നാളിൽ. അന്നോ അതുവരെ നീ സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. നിനക്ക് കിട്ടിയത് നല്ലൊരു ഭർത്താവിനെയാ, സ്നേഹമുള്ളവനെയാ. ദേ കഴിഞ്ഞതൊക്കെ മറന്ന് അവൻ്റെ കൂടെ സന്തോഷത്തോടെ ഉള്ള കാലം ജീവിക്കാൻ നോക്ക്. വീട്ടിലേക്ക് ചെല്ല്. ശ്രുതിക്ക് ആകെ പേടിയായിട്ട് അമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ ശ്രുതി ഇതൊക്കെ അറിഞ്ഞാലോ എന്നൊരു പേടിയാണ് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ. എന്തായാലും നമ്മളെ സച്ചിയും രേവതിയൊന്നും അന്വേഷണം നിർത്തിയില്ല. അവർ വഴിയിലുടനീളം ഇങ്ങനെ അന്വേഷിക്കുക. അവസാനം രേവതി പറഞ്ഞില്ല, ഇവിടെ ഉള്ളവർക്കൊന്നും ശ്രുതിയെ അറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ രേവതി ചോദിച്ചു, അച്ഛൻ പറഞ്ഞത് അവളെയും കൂട്ടി വരണം എന്നല്ലേ? ആഹാ, നമ്മൾ ഇത്രയും അന്വേഷിച്ചു, ഇനിയിപ്പോൾ മലേഷ്യ പോയി നോക്കണോ? എവിടേക്കാ പോയെന്നാ ഇവനും അറിയാൻ പാടില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും? ശ്രുതി ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴേക്ക് രേവതി ചോദിച്ചു, സുഹൃത്തുക്കളെ വല്ലതും അറിയാവോ ശ്രുതിയുടെ? അവൾക്ക് അങ്ങനെ സുഹൃത്തുക്കളൊന്നുമില്ല, ആകെ ഉള്ളത് കൂട്ടുകാരി മീര മാത്രമാണ്. ഓ, അവൾ പോയതാ, അവൾ മലേഷ്യക്ക് പോയതാ. ഇനി നമ്മൾ തിരഞ്ഞിട്ട് കാര്യമില്ല. അല്ല എന്താ എല്ലാ പെണ്ണുങ്ങളും എന്താടാ നിന്നെ വിട്ടു പോകുന്നത്? നീ പ്രണയിച്ച പെണ്ണ് കാശും അടിച്ചു മാറ്റി നിന്നെ ഒഴിവാക്കി പോയി. അതുപോലെ നീ താലി കെട്ടിയ പെണ്ണും പോയി. എടാ, പെണ്ണ് നിനക്ക് സെറ്റാവില്ലടാ. പെണ്ണിൻ്റെ കൂടെയുള്ള ജീവിതം നിനക്ക് പറഞ്ഞിട്ടില്ല. നീ സന്യാസം സ്വീകരിക്കടാ, അതാടാ നിനക്ക് നല്ലത്. എൻ്റെ പൊന്ന് സച്ചേട്ട, ഒന്നും മിണ്ടാതിരിക്കുക. ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ. സച്ചേട്ടാ അകത്തേക്ക് കയറ്. പിന്നെ രേവതി അങ്ങനെ സച്ചി അകത്തേക്ക് കയറി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിയോട് പറഞ്ഞു, ഇനി എവിടെ അന്വേഷിക്കാനാ? ദേഷ്യം മാറുമ്പോൾ ശ്രുതി വന്നോളും, വീട്ടിൽ പോകാൻ വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി കാറിലേക്ക് കയറി. ആകെ സങ്കടപ്പെട്ട് നിരാശനായി ശ്രുതിയും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. സിയോക്കി, താങ്ക് യു.